നരേന്ദ്രമോദി വിരുദ്ധരുടെ വായടപ്പിച്ച് നയം വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇനിയൊരു നയം മാറ്റമില്ല. ഇത് തന്നെയാണ് ഔദ്യോഗികമായി നരേന്ദ്രമോദിയുടെ നയം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് ക്ഷേത്രങ്ങളാണ്. കേരളത്തിലും ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു, കൊള്ളയടിക്കപ്പെടുന്നു. കേരളത്തിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നരേന്ദ്രമോദി വിരുദ്ധത പ്രചരിപ്പിക്കാൻ സംഘപരിവാർ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു എന്ന വ്യാജ പ്രചരണം അഴിച്ചുവിട്ടവരുടെ വായ മൂടിക്കെട്ടി പള്ള നിറച്ചു കൊടുത്തിരിക്കുകയാണ് നരേന്ദ്രമോദി. ഇതൊരു ഗിമിക്കല്ല, മറിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ കാലം മുതൽ അദ്ദേഹം തുടർന്നു വരുന്ന പതിവാണ്. ക്രിസ്തുമസ് ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്ന രീതി ഒരിക്കലും അദ്ദേഹത്തിന്റെ പുതിയ ഒരു നയമല്ല. ക്രിസ്മസ് ദിനത്തിൽ ദില്ലിയിലെ ചരിത്രപ്രസിദ്ധമായ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷൻ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് വളരെ വലിയ വ്യക്തമായ ഒരു സന്ദേശമാണ്. രാവിലെ നടന്ന പ്രത്യേക കുർബാനയിലും പ്രാർത്ഥനാ ചടങ്ങുകളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ആസ്ഥാനമായ ഇവിടെ ദില്ലി ബിഷപ്പ് ഡോക്ടർ പോൾ സ്വരൂപ് പ്രധാനമന്ത്രിക്ക് പ്രത്യേക പ്രാർത്ഥനകളും നടത്തി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ പ്രധാനമന്ത്രി രാജ്യത്തിന് ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. സമാധാനത്തിന്റെയും അനുകമ്പയുടെയും പ്രത്യാശയുടെയും ആഘോഷമായ ക്രിസ്തുമസ് എല്ലാവർക്കും സന്തോഷം നൽകട്ടെ എന്നാണ് അദ്ദേഹം കുറിച്ചത്. യേശുക്രിസ്തുവിന്റെ വചനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഐക്യം വർദ്ധിപ്പിക്കട്ടെ എന്നും അദ്ദേഹം കുറിച്ചു. ഹിന്ദുത്വത്തെ ഉള്ളിൽ തീവ്രമായി ഉൾക്കൊള്ളുന്ന പ്രധാനമന്ത്രി എന്ന വിമർശനം നരേന്ദ്രമോദിയെ കുറിച്ച് പലയിടത്തും ഉള്ളപ്പോഴും അദ്ദേഹം ഉൾക്കൊള്ളുന്ന ക്രിസ്തു ദർശനങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട്. മറ്റൊരു രാജ്യത്ത് പ്രതിസന്ധിയിലാകുന്ന പൗരന്മാരെ സുരക്ഷിതരായി തിരികെ എത്തിക്കുമ്പോൾ അവിടെ വിജയിക്കുന്നത് നയതന്ത്രം മാത്രമല്ല, മറിച്ച് സ്വന്തം കുടുംബാംഗങ്ങളെ തിരികെ കൊണ്ടുവരാനുള്ള വൈകാരിക പ്രതിബദ്ധത കൂടിയാണ്. ദരിദ്രരെ സഹായിക്കുക, ഇല്ലാത്തവർക്ക് നൽകുക, എല്ലാവരെയും സ്നേഹിക്കുക, ആക്രമത്തെ എതിർക്കുക, ഇതൊക്കെ ക്രിസ്തു ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന തിരിച്ചറിവാണ്. അന്യോന്യം ഭാരങ്ങൾ വഹിക്കുവിൻ എന്നാണ് ബൈബിൾ വചനം. ഈ വാക്കുകൾ മുദ്രാവാക്യമാക്കിയാണ് ഭാരത സർക്കാർ പ്രവർത്തിക്കുന്നത്. അനുകമ്പയുടെ നിസ്വാർത്ഥ സേവനത്തിന്റെയും പാതയാണ് യേശുക്രിസ്തു ലോകത്തിന് കാണിച്ചു കൊടുത്തത്. എല്ലാവരും ഒന്നിച്ച്, എല്ലാവരുടെയും ക്ഷേമം, എല്ലാവരുടെയും പരിശ്രമം എന്ന പൊതുലക്ഷ്യവുമായാണ് രാജ്യം ഇന്ന് മുന്നേറുന്നത്. കഴിഞ്ഞ വർഷം തന്റെ ക്രിസ്മസ് സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്നത്തെ ഈ അവസരത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. മോദി സർക്കാർ ക്രിസ്മസിനെതിരെയാണ് എന്ന് പറയുന്നവർ കേൾക്കേണ്ട ഒരു വാചകം. ഒരു പതിറ്റാണ്ട് മുൻപ് 8 മാസത്തോളം യമനിൽ ബന്ദിയാക്കപ്പെട്ട് മാസങ്ങളോളം തടവിലായിരുന്ന ഫാദർ ടോമിനെ രക്ഷപ്പെടുത്തിയതും തന്റെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ദൌത്യങ്ങളൊക്കെ വെറും നയതന്ത്ര ദൌത്യങ്ങളല്ല എന്നും കുടുംബാംഗങ്ങളെ തിരികെ കൊണ്ടുവരാനുള്ള വൈകാരിക പ്രതിബദ്ധതയാണ് എന്ന് കഴിഞ്ഞ വർഷം ഇതുപോലെ ക്രിസ്മസിന്റെ അവസരത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞതും ശ്രദ്ധേയമാണ്. കോവിഡ് മഹാമാരി ബാധിച്ചപ്പോൾ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ഘോരഘോരം സംസാരിക്കുന്ന പല രാജ്യങ്ങളും ദരിദ്ര രാജ്യങ്ങളെ സഹായിക്കുന്നതിൽ നിന്ന് പിന്മാറി. എന്നാൽ ഇന്ത്യ 150-ലധികം രാജ്യങ്ങൾക്ക് മരുന്നുകൾ എത്തിച്ചു നൽകി. വികസിത ഭാരതം എന്ന സ്വപ്നം തീർച്ചയായും സാക്ഷാത്കരിക്കപ്പെടും എന്ന ആത്മവിശ്വാസം രാജ്യത്തെ യുവാക്കൾക്ക് നൽകി. രാജ്യത്തിന്റെ ഭാവിയിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രധാന പങ്ക് വഹിക്കാനുണ്ട് എന്ന് പ്രധാനമന്ത്രി സന്ദേശം നൽകി. എല്ലാവരുടെയും ഒപ്പം, എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും ശ്രമം എന്ന പൊതുലക്ഷ്യവുമായാണ് രാജ്യം ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനത്ത് ആദ്യമായി ഒരു ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയാണ്. 1944 സ്ഥാപിതമായ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ കത്തോലിക്കരുമായും ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഈസ്റ്റർ ദിനത്തിൽ പള്ളിയിലെത്തി വിശ്വാസികളെ കണ്ടതും ഈസ്റ്റർ ആശംസ നേർന്നതും ഈസ്റ്റർ പ്രാർത്ഥനയിൽ പള്ളിയിൽ പങ്കുചേർന്നതും ഒക്കെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് അമ്പരപ്പിക്കുന്ന വാർത്തയായിരുന്നു. പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായാണ് ഇന്ത്യയിലെ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ മോദി ഈസ്റ്ററിന് സന്ദർശനം നടത്തിയത്. മാത്രമല്ല ആദ്യമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈസ്റ്ററിന് പള്ളിയിലെത്തി പ്രാർത്ഥനയിൽ പങ്കുചേർന്നതും. വർഗീയ പാർട്ടി എന്ന് പ്രതിപക്ഷം പറയുന്ന BJPയുടെ വർഗീയത ഇത്രയേ ഉള്ളൂ എന്നും നരേന്ദ്രമോദി തെളിയിച്ചു. യേശുക്രിസ്തു കാണിച്ച അനുകമ്പയുടെ നിസ്വാർത്ഥ സേവനത്തിന്റെ മാതൃകയിലാണ് രാജ്യം സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ പ്രയാസ് എന്ന നയം പിന്തുടരുന്നത്. BJP കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് ഏർപ്പെടുത്തിയ കർശന സുരക്ഷാ നിയന്ത്രണങ്ങൾ വിശ്വാസികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. പള്ളിക്ക് മുന്നിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചതും വിശ്വാസികൾക്ക് പ്രവേശനം നിഷേധിച്ചതുമാണ് പ്രതിഷേധത്തിന് കാരണമായത്. VIP സന്ദർശനത്തിന്റെ പേരിൽ ആരാധനാ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നു എന്ന് വിശ്വാസികൾ ആരോപിച്ചു. വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ പിന്നീട് പ്രതികരണവുമായി രംഗത്തെത്തി. പ്രധാനമന്ത്രിയുടെ സുരക്ഷ മുൻനിർത്തിയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് എന്നും ഇതുമൂലം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മസ്.